നമസ്കാരം. ഇപ്പോൾ 15ഓളം പേരെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളുടെ പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചത് വെയ്റ്റ് ലോസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം എന്നായിരുന്നു. എങ്കിലും അതിനിടയ്ക്ക് ഒരു എൻക്വയറി, വളരെ എന്താണ് പറയേണ്ടത്, പരിതാപകരമായ അവസ്ഥയിലുള്ള ഒരാളുടെ ഒരു എൻക്വയറി വന്നതുകൊണ്ട് ആണ് ഞാനിന്ന് വിഷയം മാറ്റിയത്. അതായത് എരിയുന്ന വയറും അതുപോലെ തന്നെ എരിയുന്ന മനസ്സും. ഇത് എന്താണ് ഈ ഒരു വാചകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, എരിയുന്ന വയറ് എന്താണ്, പുകയുന്ന മനസ്സ്. ഇത് സ്ട്രെസ് ആൻഡ് അസിഡിറ്റി എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ചൂണ്ട് പലക മാത്രമാണ്. എനിക്ക് ഈ സംശയം മെസ്സേജ് ചെയ്ത നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾ പറഞ്ഞിരിക്കുന്നത്, എന്ത് കഴിച്ചാലും, ഒരു സാധനം കഴിക്കാൻ വയ്യ, എന്ത് കഴിച്ചാലും വയറിന് എരിച്ചിൽ, പുകച്ചിൽ, അതുപോലെ തന്നെ പുളിച്ചു തികട്ട്, ഒരു രക്ഷയുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നു ഇത് കാരണം. ഒരു ഭക്ഷണം രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്താലും എന്ത് കഴിച്ചാലും വയറിന് പുളിച്ചു തികട്ടൽ, രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഗ്യാസ് ട്രബിൾ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹം അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പലപ്പോഴും ഈ ഡോക്ടേഴ്സിന് നിങ്ങൾ ചോദ്യങ്ങൾ അയക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഒരു വരിയിലോ അല്ലെങ്കിൽ 2 വരിയിലോ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്നതല്ല പലപ്പോഴും ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ. ഈ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾക്ക് ഒരു ഡോക്ടർക്ക് പല രീതിയിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യം വന്നേക്കാം. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ഞാൻ പിന്നീട് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം മനസ്സിലായത്, ഇദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ബൈക്കിൽ സഞ്ചരിച്ച് പലയിടങ്ങളിലും മാർക്കറ്റിങ്ങിന് നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവാണ്. പക്ഷെ പ്രശ്നം, ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അസിഡിറ്റി ഇന്ന് വലിയൊരു പ്രശ്നമായി മാറുന്നത്? ഇതിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ തന്നെ ജീവിതശൈലി ഞാനിപ്പോൾ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, യാതൊരു വിധത്തിലുള്ള അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ജീവിത രീതിയാണ് അദ്ദേഹം തുടരുന്നത്. അതിന് അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കാരണം? ചില ദിവസം രാവിലെ 6 മണിക്ക് മീറ്റിംഗ്, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ യാത്ര ചെയ്ത് പെട്ടെന്ന് ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തണമെങ്കിൽ പലപ്പോഴും അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എന്ന പദം തന്നെ എന്താണ്? ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് എന്നതിനെ നമുക്ക് പിരിച്ചു പറയാവുന്നതാണ്. അതായത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ശരീരത്തിന് രാവിലെ തന്നെ ഊർജം പ്രദാനം ചെയ്യേണ്ട ഈ ഒരു പ്രധാന ഭക്ഷണം അദ്ദേഹം പലപ്പോഴും ഒഴിവാക്കുകയാണ്. എന്നിട്ടോ രാവിലെ 1 ഗ്ലാസ് കടും ചായ, അതല്ലെങ്കിൽ പാൽ ചായ, ഇത് കുടിച്ചിട്ടാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് ഈ തിരക്കുകൾ കാരണം ഇറങ്ങുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റിയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയും. അപ്പോൾ അസിഡിറ്റിക്ക് പല കാരണങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന്, തെറ്റായ ഭക്ഷണ സമയം, വേണ്ട രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, വേണ്ട സമയത്ത് കഴിക്കാതിരിക്കുക. അതായത് വിശപ്പുള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലേ? ഇത് പലപ്പോഴും വിശപ്പ് വന്ന് വിശപ്പിൻ്റെ ആദ്യത്തെ ഓളങ്ങൾ അടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് വയറൊരു സ്തംഭനാവസ്ഥയിലാകുമ്പോഴാണ് ഈ രീതിയിൽ തിരക്ക് പിടിച്ച പല എക്സിക്യൂട്ടീവ്സും ഭക്ഷണം കഴിക്കുന്നത്. ഇത് തന്നെ അസിഡിറ്റിക്ക്, അതുമല്ലെങ്കിൽ വയറിലെ അമ്ലത കൂടാനായിട്ട്, അതുപോലെ തിരക്കുകൾ കാരണം ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുന്നത്. ഇതിന് പകരമായിട്ട് പലരും എന്താണ്, ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കുടിക്കും. ജ്യൂസുകളൊക്കെ കുടിക്കുന്നവർ കുറവാണ്. ഏതെങ്കിലും പെട്ടെന്ന് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും എല്ലാം കൊണ്ടു നടക്കാവുന്ന പോളുകളോ അതേപോലെയുള്ള കാര്യങ്ങൾ കുടിക്കും. ഇത് വീണ്ടും, അപ്പോൾ ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെ ഈ വിഷ്യസ് സർക്കിളിൽ കിടക്കുകയാണ്. കാരണം അസിഡിറ്റി കാരണം ഒന്നും കഴിക്കുന്നില്ല. ഇനി വയറിനൊരു ആശ്വാസം തോന്നാനായിട്ട് എന്തെല്ലാമോ പാനീയങ്ങൾ കുടിക്കും. ഈ പാനീയങ്ങൾ എല്ലാം വീണ്ടും വയറിൻ്റെ അസ്വസ്ഥത കൂട്ടുന്നു. ഇതാണ്, ഭക്ഷണത്തിലാണ് പ്രധാനമായും അസിഡിറ്റിയുടെ അടിസ്ഥാന വശം കിടക്കുന്നത്. ഇതേപോലെ തന്നെ സാധാരണ അസിഡിറ്റിക്ക് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ്, രാത്രിയിൽ പലരും ഈ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും എല്ലാം സ്കിപ്പ് ചെയ്താലും രാത്രിയിലാണ് ശരിക്ക് സദ്യ, അല്ലേ?
അത്താഴം സദ്യയാക്കി മാറ്റുകയാണ് പലരും ചെയ്യുന്നത്. അതും വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട്. ഇന്ന് ഞാൻ എറണാകുളത്താണുള്ളത്. എറണാകുളത്തെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല. അതല്ലെങ്കിൽ രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും വരെ ഇവിടുത്തെ ഭോജനശാലകൾ, ഇത് എറണാകുളത്തെ മാത്രമല്ല, എറണാകുളം പോലെയുള്ള ഒരു ചെറിയ മെട്രോ നഗരം, ഇതിനേക്കാളെല്ലാം വലിയ വലിയ നഗരങ്ങളിലും എല്ലാം അവസ്ഥ ഇന്ന് ഇതാണ്. രാത്രിയിലാണ് ആളുകൾ ഭക്ഷണത്തിനായി കൂട്ടം കൂട്ടമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ വളരെ വൈകിയുള്ള അത്താഴം, ഇതിന് 2 പ്രശ്നങ്ങളാണ്. വളരെ വൈകിയുള്ള അത്താഴം ശരീരത്തിൻ്റെ ജൈവതാളത്തിനെ തകിടം മറിക്കുന്നു. അതേപോലെ തന്നെ അതുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഗ്യാപ്പില്ല. കിടക്കുന്നതിന് മുന്നായിട്ട് ഒട്ടും തന്നെ, അല്ലേ, രാത്രിയിൽ 12 മണിക്കും 1 മണിക്കും പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നാൽ 3 മണിക്കൂർ ആരെങ്കിലും വെയിറ്റ് ചെയ്യുമോ? ഇല്ല. സ്വാഭാവികമായും ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് രാത്രിയിൽ വൈകി തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ബെഡിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഭക്ഷണത്തിന് വേണ്ട രീതിയിൽ ദഹിക്കാനായിട്ട്, വേണ്ട രീതിയിൽ പചനം നടക്കാനായിട്ട്, ഡൈജഷൻ നടക്കാനായിട്ട് പലപ്പോഴും സാധ്യമാകുന്നില്ല. ഇതും അസിഡിറ്റിക്ക് കാരണമാകുന്നു. അപ്പോൾ അസിഡിറ്റി കേവലം വയറിച്ചിൽ മാത്രമല്ല ലക്ഷണങ്ങളായിട്ട് വരിക. അസിഡിറ്റി ആദ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ രീതിയിൽ വയറിനുള്ള, അത് ചിലപ്പോൾ സമയം തെറ്റി ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും വയറിന് വേദനയായി തോന്നും, അതുമല്ലെങ്കിൽ ഗ്യാസ് ട്രബിളായി തോന്നും, വയറ് സ്തംഭിച്ചിരിക്കുന്നത് പോലെ, കല്ലിച്ചിരിക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെ പല ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അസിഡിറ്റി പ്രശ്നമാകുന്നത് ഹാർട്ട് പെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എത്തുമ്പോഴാണ്. അതായത് നിങ്ങൾക്ക് ഈ അസിഡിറ്റി കാരണം നെഞ്ചരിച്ചിലുണ്ടാകുന്ന, വയറിൽ ഈ രീതിയിൽ കൂടുതലായിട്ട് ആസിഡ് സെക്രീഷൻ തങ്ങി നിൽക്കുന്നത് നമ്മളുടെ ഫുഡ് പൈപ്പ് അഥവാ ഭക്ഷണ നാളി, അല്ലെ, ഭക്ഷണം ഇറങ്ങിപ്പോകേണ്ട ഈ പറഞ്ഞ വാൽവുണ്ട്. ഈ വീക്കാകുന്നു. ഇങ്ങനെ ഈ വാൽവ് വീക്കാവുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? കഴിച്ച ഭക്ഷണം പലപ്പോഴും ഈ താഴേക്ക് സ്റ്റൊമക്കിൽ നിന്ന് എത്തിക്കഴിഞ്ഞാലും അവിടെ നിന്ന് ഈ വാൽവ് വീക്കായതിൻ്റെ ഫലമായിട്ട് ഈ ലോയർ ഈസോഫാജിയൽ സ്ഫിൻക്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വീക്കായതിൻ്റെ ഫലമായിട്ട് ആസിഡ് തിരികെ അല്ലെങ്കിൽ ഭക്ഷണ നാളിയിലേക്ക് തിരിച്ചടിക്കുന്നു. ഇതാണ് ആസിഡ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ കടുത്ത രീതിയിൽ ഈ സിംറ്റംസ് അനുഭവിക്കുന്നവർക്ക് ജേർട്ട് രോഗികൾ, അതുമല്ലെങ്കിൽ GERD എന്ന ചുരുക്കപ്പേരിലാണ് ഈ അസുഖത്തെ പറയുക. അപ്പോൾ ഇതിന് വേറെയും പ്രശ്നങ്ങളുണ്ട്. ആസിഡ് ഈ രീതി നമ്മളുടെ ഭക്ഷണ നാളിയിലേക്ക് കൂടുതലായിട്ട് കയറുമ്പോൾ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ഇത് രാത്രിയിൽ നിങ്ങളുടെ ഉറക്കത്തെ അസ്വസ്ഥമാക്കാം. അതേപോലെ ആസ്മ ഉള്ളവർക്ക് ഈ സിംറ്റംസ് പലപ്പോഴും കൂടുതലാകാം. അതേപോലെ ഇത് എനിക്ക് വന്ന ഒരു രോഗിയുടെ കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. അത് കുറെ കാലം മുന്നാണ്. ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടും ചുമ മാറുന്നില്ല. ഈ പാവം ഇതാണ് ഈ പലപ്പോഴും സ്വയം ചികിത്സിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വഴിയിൽ കാണുന്ന ഈ ചുമ തോന്നുമ്പോൾ ഉടൻ തന്നെ, ഇപ്പോൾ ഏത് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും കഫ് സിറപ്പ്, അത് അലോപ്പതിയോ ആയുർവേദമോ എന്നൊന്നും നോക്കാതെ വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുടിക്കുന്തോറും അസ്വസ്ഥത കൂടി വരുന്നു. അപ്പോൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമ എന്നുള്ളത് ഇപ്പോൾ കേവലം അത് ശ്വാസകോശങ്ങളിലെ പ്രശ്നം മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഈ രീതിയിൽ അസിഡിറ്റി, അതുമല്ലെങ്കിൽ അമ്ലത വയറിൽ കൂടുന്നതിൻ്റെ ഇതിൻ്റെ ഭാഗമായി ഈ റിഫ്ലക്സ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായും ചിലപ്പോൾ ചുമ ഉണ്ടാകാം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ശരീരം ചൂടാക്കുന്ന കാര്യം എന്തെല്ലാം ഭക്ഷണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇവിടെയും ബാധകമാണ് അസിഡിറ്റിക്ക്. പ്രത്യേകിച്ച് എണ്ണയിൽ വറുത്തത്, അതുപോലെ തന്നെ അമിതമായിട്ട് ഓയിലിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്, ഇതെല്ലാം തന്നെ നിയന്ത്രിക്കാനായി പ്രധാനമായും ഒന്ന്, നല്ല ഭക്ഷണശീലങ്ങൾ കൊണ്ടുവരിക, ജീവിതക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ സമയം അസിഡിറ്റി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശരിക്ക് ഒരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്
എന്താണ്? നിങ്ങളുടെ ജീവിതശൈലിയെ ചിട്ടപ്പെടുത്താൻ ഇനിയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും നിങ്ങൾക്ക് ദിവസങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിത ശൈലിയിലേക്ക് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വെള്ളം കൂടുതലുള്ള നാരുകളുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാമാണ് വെള്ളം കൂടുതലുള്ള നാരുകളുള്ള പച്ചക്കറികൾ? നമുക്കറിയാം, പടവലങ്ങ, അതുപോലെ തന്നെ പാവയ്ക്ക, മത്തങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ ഈ നമുക്കറിയാം, പുളിയുള്ള പഴങ്ങളിൽ സിട്രിക് ആസിഡ് ഉണ്ട്. ഈ സിട്രിക് ആസിഡ് ചിലപ്പോൾ അസിഡിറ്റി കൂട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് പുളിയുള്ള പഴങ്ങൾ ഒഴിവാക്കുക. പകരമായിട്ട് ചെറുപഴം വയറിന് തണുപ്പ് നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചെറുപഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മത്തൻ്റെ വിവിധ രൂപങ്ങൾ അല്ലേ നമുക്കിന്ന് ലഭ്യമാണ്, ഇത് കഴിക്കാം. അതേപോലെ തന്നെ ഇലക്കറികൾ ധാരാളം നന്നായിട്ട് ഉപയോഗിക്കാം. ഇനി പാചകത്തിന് പെരിഞ്ജീരകം, അത് പാഴ്സ്ലി ലീവ്സ്, ഇതെല്ലാം വെച്ചിട്ട് പല കോമ്പിനേഷൻസ്, ഫുഡ് ഓപ്ഷൻസ് ഇന്ന് ലഭ്യമാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ കയറി നോക്കിയാൽ തന്നെ ഇതെല്ലാം വെച്ചുള്ള ജ്യൂസുകളും സൂപ്പുകളും എല്ലാം നമുക്ക് ലഭ്യമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് അസിഡിറ്റി ഉള്ളപ്പോൾ കഴിയുന്നത്ര നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിവാക്കുക. ഇനി അങ്ങനെ ചിക്കനോ മറ്റോ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൊഴുപ്പും തൊലിയും പൂർണ്ണമായും നീക്കം ചെയ്ത് ഇത് വേവിച്ച അവസ്ഥയിൽ വേണമെങ്കിൽ കഴിക്കാം. സാധാരണഗതിയിൽ ഞാനത് അഡ്വൈസ് ചെയ്യാറില്ല. എന്നാലും നോൺ വെജിറ്റേറിയനോട് അഡിക്ഷൻ ഉള്ളവർക്ക് ഈ രീതിയിൽ നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ മത്സ്യം കഴിക്കുന്നവർ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക. കഴിയുന്നതും സീ ഫുഡ് പോലെയുള്ള ഐറ്റംസ് ഒഴിവാക്കുക. ചെറിയ മത്സ്യങ്ങളിൽ തന്നെ ചിലർക്ക് ഈ അയിലയും മത്തിയും ഗ്യാസ്. അപ്പോൾ ഒന്നുകിൽ കൊഴുവ, അതുമല്ലെങ്കിൽ ഈ ചൂര എന്ന് പറയുന്ന അല്ലെ ട്യൂണ മത്സ്യം, ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ വറുത്ത മത്സ്യം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രിൽഡ് ഐറ്റം അതിനും എരിവിലുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന്റെ ഒപ്പം ഒരു കാരണവശാലും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥത തോന്നുന്നത് കൊണ്ട് പലരും കഴിക്കുമ്പോഴല്ല, ഒന്നുകിൽ അതിന് കുറച്ച് സമയം മുന്നേ, അതുമല്ലെങ്കിൽ ഒരു മാത്രം വെള്ളം കുടിക്കുക. അതേപോലെ പലരും ചെയ്യുന്ന ഒരു റെമഡിയാണ് തണുത്ത പാല്, അതുപോലെ തൈര്. ഇതെല്ലാം പലരും ഈ വയറിനൊരു ആശ്വാസം കിട്ടാനായിട്ട് അത് ശരിയുമാണ്, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. പക്ഷേ പൊതുവേ കണ്ടിരിക്കുന്നത് നിങ്ങൾ കഴിയുന്നതും ഫ്രഷ് വെജിറ്റബിൾ ജ്യൂസസ് വെച്ച് ഇത് മാനേജ് ചെയ്യുന്നതാണ് കുറെ കൂടി ലോങ് ടേമിൽ ഇതിൻ്റെ ഫലം നിലനിൽക്കാനായിട്ട് നല്ലത്. കാരണം പലപ്പോഴും തണുത്ത പാല് സ്തംഭകമാണ്, ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ളവർ നേരിടുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അസിഡിറ്റി എന്നുള്ളത് നമ്മൾ അങ്ങനെ പേടിച്ച് വിറച്ചൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിത സംഘർഷവുമായി കൂടി വലിയൊരു ബന്ധമുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട് അല്ലേ, ജീവിത സംഘർഷം നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് കൂട്ടുന്നു. ഈ സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ആകെ തന്നെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടും ആസിഡ് സെക്രീഷൻ പലപ്പോഴും അധികരിക്കാം. അതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ളവർക്കും അസിഡിറ്റി ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെയും മറ്റും നമ്മൾ തുടങ്ങി വെച്ച അബ്ഡോമിനൽ ബ്രീത്തിങ് ഇതിന് വളരെ സഹായകമാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ് പരിശീലിക്കുന്നത് വയറിനെയും വയറിൻ്റെ ആന്തരിക അവയവങ്ങളെയും എല്ലാം ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരാനും വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഈ ചില ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ശരീരം തണുപ്പിക്കാനായിട്ട് ഉള്ള ബ്രീത്തിങ് ടെക്നിക്സിൻ്റെ പേരിൽ പറഞ്ഞു. ശീതളി, ശീത്കാരി പ്രാണായാമങ്ങൾ. ഈ പ്രാണായാമങ്ങളും നമുക്ക് നല്ല രീതിയിൽ വയറിനെ, അസിഡിറ്റിയെ ഒതുക്കാനായിട്ട് സഹായകരമാകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. നമുക്കിനി എന്തായാലും മെഡിറ്റേഷനിലേക്ക് കടക്കാൻ സമയമായി. അതുകൊണ്ട് തന്നെ നമുക്കിനി മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്
നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിനൊരു മറുപടി കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നല്ല റിസൾട്ടെല്ലാം തോന്നി, പക്ഷേ ചെറുതായി നടുവേദന എടുത്തു എന്നാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും നടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ നട്ടല് നിവർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ അല്പം പുറകിൽ നമുക്ക് ചാരി ഇരിക്കാവുന്ന തരത്തിലുള്ള കസേര ഉപയോഗിക്കുക. നട്ടലിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള കസേര ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നട്ടലിൻ്റെ കീഴ്ഭാഗത്തായിട്ട് ഒരു തലയണയോ അതുമല്ലെങ്കിൽ ഒരു പുതപ്പോ ചുരുട്ടി വയ്ക്കുകയാണെങ്കിൽ നട്ടല് നിവർന്നിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വല്ലാതെ സ്ട്രെയിൻ അനുഭവപ്പെടുകയും ചെയ്യില്ല. ഈ രീതിയിൽ നടുവേദനയെല്ലാം ഉള്ളവർക്ക് ഈ രീതിയിൽ ഒരു ചെറിയ പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ വലിയ ഡിസ്കംഫർട്ട്സ് ഇല്ലാതെ മെഡിറ്റേഷൻ സെഷൻ പൂർണ്ണമാക്കാൻ സാധിക്കും. അതുപോലെ മെഡിറ്റേഷൻ നമ്മൾ എന്തായാലും ഈ ടോക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ മെഡിറ്റേഷൻ തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ മെഡിറ്റേഷൻ തയ്യാറായിട്ട് ഈ 20 മിനിറ്റ് നിങ്ങൾ അനങ്ങാതെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ ടോക്ക് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കുന്ന സമയത്ത് മാത്രം മതി നമ്മൾ ഈ രീതിയിൽ മെഡിറ്റേഷനുള്ള തയ്യാറായിട്ടുള്ള ഇരിപ്പ് തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിന്ന് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. എല്ലാവരും നട്ടലും ശിരസ്സും എല്ലാം നിവർത്തി, കഴിയുന്നതും നടുവേദന ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടുള്ള രീതിയിലുള്ള ചെയർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സാമൂഹികമായ അകലം പാലിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുക. TV അടക്കമുള്ള ഇതെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലുകളും ഓഫ് ചെയ്യാനായിട്ട്, അതുമല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മിനിങ്ങാന്ന് ഹായ് ബേസിൽ, അതുപോലെ തന്നെ എൻ്റെ സംഗീതാധ്യാപകനായ അനീഷ് അടൂർ അദ്ദേഹം വന്നിട്ടുണ്ട്. ഹായ് സർ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ഹായ് നേരുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിപ്പോൾ മെഡിറ്റേഷൻ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഞാൻ ഇന്നലെയും ചോദിച്ചിരുന്നു, ഇംഗ്ലീഷിൽ ക്ലാസ് എന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും ഇന്ന് ഇവിടെ ഉണ്ടോ? വെദർ മിസ്റ്റർ അളഗിരി ഐ തിങ്ക്, വെദർ മിസ്റ്റർ അളഗിരി, then one more fellow, I think Joe from Andhra, whether they are here now. അവരുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്ത് ക്ലാസ് എടുക്കേണ്ടവരും അവരെല്ലാം ഇന്നലെയും പരിപാടി കഴിഞ്ഞ് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയും ആന്ധ്രയിൽ നിന്നുള്ള വ്യക്തിയും ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് വേണം എന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ ഇന്നും അവർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഹായ് ബാലകൃഷ്ണ പൈ, ഹായ് ഗോപാലകൃഷ്ണൻ KP, ഹലോ ഫാരിസ്, ഹായ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മെഡിറ്റേഷനിലേക്ക് കിടക്കാം. എന്തായാലും ഇനിയും അവരുടെ റിക്വസ്റ്റ്, എന്തായാലും നമ്മൾ നാളെ ഒരു ഫുൾ മെഡിറ്റേഷൻ പ്രോഗ്രാമായിട്ട്, എൻ്റെ ടോക്കൊന്നുമില്ല, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മെഡിറ്റേഷൻസും ഒരുമിച്ച് ചെയ്യുന്ന 1 മണിക്കൂർ നീണ്ട ഒരു മെഡിറ്റേഷൻ ഉത്സവമാണ് നമ്മൾ നാളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള പുതിയ 1-2 ടെക്നിക്സ് എല്ലാം നമുക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി കണ്ണുകൾ അടച്ച് സ്വസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാവുക. ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി വെച്ച് കണ്ണുകൾ അടച്ച് ശരീരവും മനസ്സും പൂർണ്ണമായും ശാന്തമാക്കുക. മെഡിറ്റേഷന് വേണ്ടി, സുഖകരമായ ധ്യാനത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും തയ്യാറെടുപ്പിക്കുക. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. നാം മെല്ലെ ഞാൻ ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സേൽ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. As I say inhale, breathe in. When I say exhale, try to breathe out. ശ്വസനം വളരെ വളരെ ശാന്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Let the breathing be very calm and cool.
no disturbances. Visualize the breathing in your mind. Now let us start the breathing. Inhale, exhale, inhale, exhale, inhale, മെല്ലെ ശ്വസനം സാധാരണഗതിയിലാക്കി നാം ഇപ്പോൾ ചെയ്ത ശ്വസനം ശരീരത്തിനും മനസ്സിനും പ്രദാനം ചെയ്തിരിക്കുന്ന സുഖകരമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിശ്ചലരായി നിലകൊള്ളുക. ഒബ്സർവ് ദ ചേഞ്ചസ് all over the body and mind, following the breathing. The mind is calmed down, the body is relaxed. Keep a beautiful smile on your face. കണ്ണുകൾ തുറക്കാതിരിക്കുക, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശ്വസനത്തിൻ്റെ ഗതിവിഗതികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലെറ്റ് us concentrate on the mechanics of breathing. ശ്വാസം ഉള്ളിലേക്കെടുക്കവേ നാസികയിലൂടെ ഇളം ചൂടുള്ള ഇളം തണവാർന്ന പ്രാണവായു ഉള്ളിലേക്കൊഴുകി മെല്ലെ നമ്മളുടെ സൈനസുകൾ, മൂക്കിന് വശങ്ങളിലും കണ്ണിന് താഴെയുമായും നെറ്റിയിലുമുള്ള സൈനസുകളിൽ പ്രാണവായു നിറഞ്ഞ് മെല്ലെ മെല്ലെ കഴുത്തിന് ഉൾഭാഗത്തുകൂടി ശ്വാസനാളിയിലെത്തി മെല്ലെ ശ്വാസകോശങ്ങളിലെത്തുന്നതും ശ്വാസകോശങ്ങളിലെ ഓരോ ചെറിയ ആൽവിയോളൈ, ഓരോ ചെറിയ അറകളും തുറന്ന് പ്രാണവായു പൂർണ്ണമായും ശ്വാസകോശങ്ങളിൽ നിറയുന്നതും ശ്വാസകോശങ്ങളിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് ആകെ തന്നെ ആഗിരണം ചെയ്യുന്നതും മനസ്സിൽ വീക്ഷിക്കുക. ഇതേ രീതിയിൽ ഉച്ഛ്വസിക്കുമ്പോൾ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ ശ്വാസകോശങ്ങളിലെ ഓരോ ചെറിയ വായു അറകളും ചുരുങ്ങി ശ്വാസകോശങ്ങൾ ഒന്നാകെ ചുരുങ്ങി ഇളം ചൂടുള്ള ഉച്ഛ്വാസവായു മെല്ലെ ഉയർന്ന് ശ്വാസനാളിയിലൂടെ തിരികെ നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും
നോക്കിക്കാണുക. മെല്ലെ കണ്ണുകളടച്ച് സാധാരണമായ ശ്വസനത്തിലേക്ക് തിരികെ വരിക. നാം ഇപ്പോൾ ചെയ്ത ശ്വസനം ശരീരത്തിലും മനസ്സിലും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ ആകെ തന്നെ അനുഭവിച്ച് അറിയുക. മനസ്സും ശരീരവും അഗാധമായ വിശ്രമാവസ്ഥയെ പോയിയിരിക്കുന്നു. ഇനി മെല്ലെ let us go for the counting breath. മെല്ലെ ഞാൻ in 2 3 4 എന്ന് പറയുമ്പോൾ ശ്വാസം ഘട്ടം ഘട്ടമായി പിടിച്ച് ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഹോൾ 2 3 4 എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ച് നിർത്തുക. പിന്നീട് x 2 3 4 എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക ഘട്ടം ഘട്ടമായി. അതിനുശേഷം ഹോൾ 2 3 4 എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ശ്വാസം വിട്ട അതേ അവസ്ഥയിൽ തന്നെ നിലനിർത്തുക. ഇങ്ങനെ 4 ഘട്ടങ്ങൾ, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം ഉള്ളിൽ പിടിക്കുന്നു, വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നു, അതിനുശേഷം ശ്വാസം പുറത്ത് തന്നെ നിർത്തുന്നു. ഓക്കെ, ലെറ്റ് us start. 1 2 3 4 Hold 2 3 4 X 2 3 4 Hold 2 3 4 In 2 3 4 Hold 2 3 4 X 2 3 4 Hold 2 3 4 In 2 3 4 Hold 2 3 4 X 2 3 4 Hold 2 3 4 In 2 3 4 Hold 2 3 4 X 2 3 4 Hold 2 3 4 In 2
3, 4. Hold, 2, 3, 4. X, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. Hold, 2, 3, 4. മെല്ലെ ശ്വസനം സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. Bring the breathing to normal stage. മനസ്സിൽ നാം ഇപ്പോൾ ചെയ്ത കൗണ്ടിംഗ് ബ്രെത്ത് ശരീരത്തിനും മനസ്സിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful relaxation all over the body and mind following the breathing. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. ശരീരത്തിലെയും മനസ്സിലെയും സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, വേദനകൾ എല്ലാം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ശ്വസനത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്ന് നിലകൊള്ളുക. Now, let us go for the next breathing, that is the abdominal breathing. Abdominal breathing ന് വേണ്ടി keep the right hand over your abdomen above your navel. വലത് കൈ ഉദരത്തിന് മുകളിലായി, പൊക്കിളിന് മുകളിലായി പ്രതിഷ്ഠിക്കുക. പൊക്കിളിന് മുകളിൽ നിന്ന് പറഞ്ഞാൽ അതിന് അല്പം ഉയരത്തിൽ ആയിട്ട് പ്രതിഷ്ഠിക്കുക. അതുപോലെ തന്നെ ഇടത് കൈപ്പത്തി നെഞ്ചിൻ്റെ ഇടതുവശത്തും പ്രതിഷ്ഠിക്കുക. Keep the left palm over the left chest region, the thoracic region, left thoracic region. Now, as you breathe in, feel the abdominal wall coming up along with breathing. As you breathe out, feel the abdominal wall going down and completely pressing the internal organs of the abdomen. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ഉദരഭിത്തി മുകളിലേക്ക് ഉയരുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് ഉദരഭിത്തി താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. മറ്റ് യാതൊരു തരത്തിലുള്ള ചലനങ്ങളിലേക്കും ശ്രദ്ധ പോകരുത്. നെഞ്ചിൻ്റെയോ ബാക്കിയുള്ള ശരീരഭാഗങ്ങളുടെയോ ചലനത്തിൽ ഒന്നും ശ്രദ്ധ പോകരുത്. Keep your attention focused on your abdomen. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale,
Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. മെല്ലെ ശ്വസനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. Let the breathing come to normal stage. Visualize the changes all over the body and mind following the abdominal breathing. ഉദരശ്വസനത്തിനെ തുടർന്ന് ശരീരത്തിനും മനസ്സിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് നിശ്ചലരായി നിശബ്ദരായി നിലകൊള്ളുക. മനസ്സിലും ശരീരത്തിലും അഗാധമായ വിശ്രമാവസ്ഥ നിലകൊള്ളുന്നത് അനുഭവിച്ചറിയുക. Feel the beautiful flow of relaxation all over the body and mind. Keep a beautiful smile on your body. ഇനി ഓപ്പൺ യുവർ ഐസ് ഫോർ എ വൈൽ. കണ്ണുകൾ മെല്ലെ തുറക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ അബ്ഡോമിനൽ ബ്രീത്തിങ്ങിൻ്റെ ആദ്യഘട്ടം പഠിച്ചു അല്ലേ? ഈ രീതിയിൽ ഉദരത്തിൻ്റെ ചലനങ്ങൾ, ഹൗ ദ അബ്ഡോമിനൽ വോൾ ഈസ് മൂവിങ് വിത്ത് ബ്രീത്തിങ്. ആസ് വി ഇൻഹേൽ ദ അബ്ഡോമിനൽ വോൾ കംസ് അപ്പ് ആൻഡ് ആസ് വി എക്സേൽ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു. അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ കേവലം നിങ്ങളുടെ ഉദരം മാത്രമല്ല അതിൽ ഭാഗവക്കാവുന്നത്. ദ ഡയഫ്രം ഈസ് ഓൾസോ ടേക്കിംഗ് ആൻ ആക്റ്റീവ് റോൾ ഇൻ യുവർ അബ്ഡോമിനൽ ബ്രീത്തിങ്. അസ് യു ഇൻഹേൽ എന്താണ് സംഭവിക്കുന്നത്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദ ഡയഫ്രം വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ചെസ്റ്റ് ക്യാവിറ്റി as well as the abdominal cavity slowly comes down and presses the abdominal organs. ഇനി ഇതേപോലെ തന്നെ ഇതിനനുസരിച്ച് ദ അബ്ഡോമിനൽ വോൾ ഓൾസോ സ്റ്റാർട്ട് റേസിങ് അല്ലേ? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ഡയഫ്രം താഴേക്ക് പോവുകയും അതിനനുസരിച്ച് ഉദരം മുകളിലേക്ക് വരികയും ചെയ്യുന്നു. ആൻഡ് ദ റിവേഴ്സ് ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് എക്സലേഷൻ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മെല്ലെ നിങ്ങളുടെ പ്രാചീരം അഥവാ ഡയഫ്രം മുകളിലേക്ക് ഉയരുകയും ഇതിനനുസരിച്ച് ഉദരം താഴേക്ക് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ പ്രക്രിയയാണ് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ പ്രക്രിയ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ശക്തമാക്കാനുണ്ട്. അതായത് we are going to strengthen this abdominal breathing now. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഇതിനു വേണ്ടി as I say inhale, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നോർമലായി തന്നെ ഈ രീതിയിൽ let the breath flow in and your diaphragm comes down and at the same time the abdominal wall is coming up. ഇത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. when I say inhale, ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉദരം അതിൻ്റെ പരമാവധി ഉയരത്തിൽ എത്തുന്നു. ഇനി അതിനുശേഷം ഞാൻ ഇൻഹേൽ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒപ്പം ഞാൻ ഒരു വാക്ക് കൂടി പറയും. ഇൻഹേൽ ഇൻ എന്ന് പറയുമ്പോൾ ഈ ഉദരം പരമാവധി നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഇൻഹേൽ എന്ന് പറഞ്ഞു. when I say inhale, you should breathe normally and the abdominal wall should come up. But after inhale, I will command in. That time, try to push the abdomen further. കുറച്ചുകൂടി ഉയരത്തിലേക്ക് നിങ്ങൾ വയറ് ഒന്ന് തള്ളാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതേപോലെ തന്നെ when I say exhale, ശ്വാസം മെല്ലെ
പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് ഡയഫ്രത്തിന്റെ ചലനങ്ങൾ, മുകളിലേക്കുള്ള ചലനങ്ങൾ മനസ്സിൽ വീക്ഷിക്കുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദ എക്സലേഷൻ ഈസ് കംപ്ലീറ്റ്, ഐ വിൽ സേ ഔട്ട്. ദാറ്റ് ടൈം എന്താണ് വേണ്ടത്? ട്രൈ ടു ടക്ക് ഇൻ യുവർ അബ്ഡോമൻ ടു ദ മാക്സിമം ലെവൽ പോസിബിൾ. നിങ്ങളുടെ ഉദരം ഞാൻ ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ബാക്കിയുള്ള ശ്വാസം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ ഉദരം പൂർണ്ണമായും വയറിനോട് ഒട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ ലക്ഷ്മി, യാ നമസ്തേ. ഓക്കെ, സോ ലെറ്റ് us start. Okay, keep your eyes closed, one palm over the other palm, keep your head straight, spine straight. Now inhale in, exhale out, 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 inhale in, exhale out. മെല്ലെ കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. Bring the hands back to normal position. One palm over the other palm. Feel the beautiful relaxation all over the body and mind, following the abdominal breathing with forceful inhalation and exhalation. നാം ഇപ്പോൾ ചെയ്ത ശ്വസനം ശരീരത്തിനും മനസ്സിനും പ്രദാനം ചെയ്തിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് തന്നെ നിലകൊള്ളുക. മനസ്സും ശരീരവും പൂർണ്ണമായ ശാന്തതയിലേക്ക്. The body and mind is completely relaxed. Keep a beautiful smile on your face. മനോഹരമായൊരു പുഞ്ചിരി മുഖത്ത് വിരിഞ്ഞു നിൽക്കട്ടെ. ഇനി open your eyes. ഇനി നമ്മൾ ശ്വസനത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു അല്ലേ? ഉദരം എന്നുള്ളത് നമ്മളുടെ ശ്വസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളുടെ ഡയഫ്രം, പ്രാചീരം വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ ചെസ്റ്റിലേക്ക് we are going to concentrate on our chest region. പക്ഷേ പലരുടെയും ധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ നെഞ്ച് ശ്വസനത്തിനനുസരിച്ച് വികസിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, ശ്വാസകോശങ്ങളിൽ ശ്വാസം നിറയുന്നത് കൊണ്ടല്ല നെഞ്ച് വികസിക്കുന്നത്. നെഞ്ച് വികസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ശ്വാസകോശങ്ങൾ വികസിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ
ഈ ഇവിടെയുള്ള മസിലുകൾ നെഞ്ചിലെ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. നമ്മളുടെ റിബ്സിന് ഇടയിലായിട്ടുള്ള ഇന്റർകോസ്റ്റൽ മസിലുകൾ. ഈ മസിലുകളെല്ലാം ബ്രീത്തിങ്ങിൽ വലിയ ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസിലുകൾ ചുരുങ്ങി, ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശ്വാസകോശങ്ങൾക്ക് പൂർണ്ണമായും ചുരുങ്ങാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അബ്ഡോമിനൽ ബ്രീത്തിങ് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് നമ്മളുടെ നെഞ്ച് വഴിയുള്ള ശ്വസനത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ നെഞ്ച് മെല്ലെ വശങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മളുടെ റിബ്സ്, വാരിയെല്ലുകൾ മെല്ലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നേരെ വിപരീത രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ നെഞ്ച് ചുരുങ്ങി വരുന്നു, നെഞ്ചിൻ കൂടി ചുരുങ്ങി വരുന്നു. അതോടൊപ്പം തന്നെ റിബ്സ് അഥവാ വാരിയെല്ലുകൾ താഴേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ വീക്ഷിക്കാൻ പോകുന്നത്. അളകസ്വാമി, ഐ ഹോപ്പ് യു ആർ ഹിയർ. സോ നൗ വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഓൺ അവർ chest region. As we inhale, try to feel the movements of your chest. As you know, as we inhale, the chest will be expanding, and as we exhale, when we breathe out, the chest will be contracting. So let us concentrate on the movement of the chest walls, the chest muscles as we breathe. Okay? When I say inhale, try to breathe in and expand. Feel the expansion of your chest along with the breathing. And as you exhale, feel the contraction of your chest region. Okay? ഇനി നമുക്ക് തുടങ്ങാം. കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. കൈകൾ രണ്ട് നെഞ്ചിൻ്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചോളുക. ഇത് വാരിയെല്ലുകളുടെയും നെഞ്ചിൻ്റെയും ശ്വസനത്തിന് അനുസരിച്ചുള്ള ചലനങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ കൈപ്പത്തികൾ വയ്ക്കുന്നത്. ഇനി കണ്ണുകൾ അടച്ച് നട്ടെല്ലും ശിരസ്സും നിവർന്നു തന്നെ ഇരിക്കട്ടെ. മെല്ലെ ഉദരശ്വസനത്തിനെ മറന്നേക്കുക. Forget your abdominal breathing. Now just concentrate on your chest region. Inhale. Exhale. Inhale. മെല്ലെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ശ്വസനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. നോർമലൈസ് യുവർ ബ്രീത്തിങ്. വിഷ്വലൈസ് ദ ചേഞ്ചസ് ഓൾ ഓവർ ദ ചെസ്റ്റ് റീജിയൻ ഫോളോയിങ് ദ ചെസ്റ്റ് ബ്രീത്തിങ്. ശ്വസനഗതി വളരെ വളരെ ശാന്തമായിരിക്കുന്നു. ശ്വാസകോശങ്ങളുടെ ചലനങ്ങൾ വളരെ വളരെ ശാന്തമായിരിക്കുന്നു. ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെ വളരെ ശാന്തമായിരിക്കുന്നു. Feel the changes all over the body, especially on the chest region. Following chest breathing, the breathing rate is calmed down. The lungs are relaxed. Both the lungs are relaxed. The heart rate has calmed down. Feel the beautiful changes. Keep your eyes closed. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. സുഖകരമായ വിശ്രമത മനസ്സിലും ശരീരത്തിലും
നടമാടുന്നത് അനുഭവിച്ചറിയുക. മെല്ലെ കണ്ണുകൾ ഒരു നിമിഷം തുറക്കുക. ഓപ്പൺ യുവർ ഐസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി നാരായണ അയ്യർ വളരെ നല്ല എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി. വേറെ പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ശ്ലോകങ്ങൾ ചൊല്ലുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഈ ചെസ്റ്റ് ബ്രീത്തിങ് നമ്മളിപ്പോൾ ചെയ്ത അബ്ഡോമിനൽ ബ്രീത്തിങ്ങിൻ്റെ തന്നെ സെക്കൻഡ് സ്റ്റേജ് പോലെ നമ്മൾ ഒന്ന് ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യാൻ പോവുകയാണ്. അതായത് we are going to do the chest breathing second stage in the same way that we did abdominal breathing second stage. So എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? Keep both the palms over the chest region as we breathe in the same way. അല്ലേ? ഇപ്പോൾ inhale എന്ന് പറയുമ്പോൾ the chest is expanding and the lungs suck in the air to the maximum level. അല്ലേ? അതിനുശേഷം inhale in എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലെറ്റ് ദ ചെസ്റ്റ് എക്സ്പാൻഡ് ടു ദ മാക്സിമം ലെവൽ പോസിബിൾ as you when I say in after the inhale. അതേപോലെ തന്നെ when we start exhale, the chest is contracting, the lungs are contracting, and finally when we feel that the breath has completely gone out, just I will be saying out. That time fully exhale whichever air is remaining inside you. ഞാൻ എക്സൈൽ കഴിഞ്ഞ് എക്സ് അതുമല്ലെങ്കിൽ ഔട്ട് എന്ന് പറയുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും വായു ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടി ശക്തമായി തള്ളിക്കളയുക. ഈ രീതിയിൽ ഒന്ന് നമ്മൾ ലങ്സിന് ഒരു ചെറിയ ട്രെയിനിങ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ഗിവിംഗ് എ സ്മോൾ ട്രെയിനിങ് ഫോർ അവർ ലങ്സ്. ലെറ്റ് us start it. Keep both the palms over the chest region. Faris PS, thank you. നല്ല ക്ലാസ് എന്ന് പറഞ്ഞു. താങ്ക് യു. രണ്ട് കൈകളും നെഞ്ചിന് മുകളിലായി തന്നെ പ്രതിഷ്ഠിക്കുക. When I say inhale, expand the chest with breathing, and when I say in after inhale, expand the chest to the maximum extent possible. The same way when I say exhale, try to contract the chest, and when I say out, completely breathe out with whichever air is remaining inside. Okay. Inhale in, exhale out, 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 inhale in, exhale out. Come back to normal breathing. സാധാരണ ശ്വസനത്തിലേക്ക് തിരിച്ചു വരിക.
മനസ്സിലും ശരീരത്തിലും നിറയുന്ന സുഖകരമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിയുക. കീപ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മെല്ലെ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക്, ഗൈഡഡ് റിലാക്സേഷനിലേക്ക് പോകാം. ലെറ്റ് us go to ഗൈഡഡ് റിലാക്സേഷൻ ടെക്നിക്. ഞാൻ പറയുന്ന ശരീരഭാഗങ്ങൾ മനസ്സിൽ വീക്ഷിച്ച് അവയെ വിശ്രമാവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് തന്നെ കൊണ്ടുവരിക. Now we are going to start the guided meditation technique. Observe whichever parts of the body which I am mentioning in your mind and try to relax that part with your mind. Do not open your eyes. Try to keep your attention on the part which I am saying. ഞാൻ ഏത് ഭാഗമാണോ പറയുന്നത് അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് അതിനെ റിലാക്സ് ചെയ്യുക. കണ്ണുകളടച്ച് നട്ടെല്ലും ശിരസും നിവർത്തി ഒരു കൈപ്പത്തി മറ്റൊരു കൈപ്പത്തിക്ക് മുകളിലായി വെച്ചുകൊണ്ട് ഉപവിഷ്ടരാവുക. സിറ്റ് സ്ട്രെയിറ്റ്. കീപ് യുവർ സ്പൈൻ സ്ട്രെയിറ്റ്, ഹെഡ് സ്ട്രെയിറ്റ്. കീപ് one palm over the other palm. Be relaxed. No tensions, no strains anywhere in the body. Or else you can lie down. ആവശ്യമുള്ളവർക്ക് ശവാസനത്തിൽ കിടന്നും ഈ ഒരു പ്രക്രിയ ചെയ്യാവുന്നതാണ്. If you need to do shavasana or lie down, you can lie down. Keep your legs apart, hands apart, and head in any comfortable position. And let us go for the guided meditation. മെല്ലെ കാൽ വിരലുകൾ, രണ്ടു കാലുകളുടെയും വിരലുകൾ മനസ്സിൽ വീക്ഷിക്കുക. Observe the toes of both the legs. Relax. മെല്ലെ ഉള്ളം കാലുകൾ മനസ്സിൽ വീക്ഷിക്കുക. Observe the inside of your soles. Relax. ഇനി രണ്ട് പാദങ്ങളും ഒരുമിച്ച് മനസ്സിൽ വീക്ഷിക്കുക. Observe both the feet. Relax. Now slowly observe your ankles. നിങ്ങളുടെ ആങ്കിൾ ജോയിൻസ് മനസ്സിൽ വീക്ഷിക്കുക. Relax. Calf muscles. അതേപോലെ തന്നെ കാലുകളുടെ മുൻഭാഗത്തുള്ള മാംസപേശികൾ മനസ്സിൽ വീക്ഷിക്കുക. Also visualize the muscles on the front part of your leg. Relax. Observe the knees, കാൽമുട്ടുകൾ. Relax. Observe the thigh muscles. രണ്ട് തുടകളുടെയും മാംസപേശികൾ. The upper part and lower part, മുകൾ ഭാഗവും കീഴ്ഭാഗവും വശങ്ങളിലുമുള്ള മാംസപേശികൾ, തുടകൾ മനസ്സിൽ വീക്ഷിക്കുക. അയച്ച് തളർത്തിയിടുക. Relax. Concentrate on your the buttocks region. മെല്ലെ പൃഷ്ഠഭാഗത്തെ മാംസപേശികൾ മനസ്സിൽ വീക്ഷിക്കുക. Relax. ഇനി take your attention to the lower back. നടുഭാഗത്തേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുക. Relax. മെല്ലെ മിഡിൽ ബാക്ക്, മധ്യഭാഗം, ശരീരത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ മധ്യഭാഗം മനസ്സിൽ വീക്ഷിക്കുക. Relax. The upper part of the back, ശരീരത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ മുകൾ വശം, കഴുത്തിനോട് ചേർന്നുള്ള ഭാഗം മനസ്സിൽ വീക്ഷിക്കുക. Relax.
Now slowly turn your attention to lower abdomen. അടിവയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടിവയറിലെ മാംസപേശികൾ അയഞ്ഞ് തളർന്നു വരുന്നു. The lower abdominal muscles getting relaxed. അടിവയറിലെ ആന്തരിക അവയവങ്ങൾ, മൂത്രാശയങ്ങൾ, അതുപോലെ തന്നെ പുറം ഭാഗത്തായി കിഡ്നികൾ എന്നിവയെല്ലാം വിശ്രമാവസ്ഥയെ പുൽകുന്നു. ഒബ്സർവ് ദ ഇന്റേണൽ ഓർഗൻസ് ഓഫ് യുവർ ലോയർ അബ്ഡോമൻ. റിലാക്സ്. ഇനി മെല്ലെ ഉത്തരഭാഗത്ത് കേന്ദ്രീകരിക്കുക. കോൺസെൻട്രേറ്റ് ഓൺ യുവർ അബ്ഡോമൻ. ഫീൽ the up and down movement of your abdominal wall with breathing. ശ്വസനത്തിനനുസരിച്ച് ഉദരം മുകളിലേക്ക് ഉയരുന്നതും താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. The abdominal wall is relaxed. ഉദരമാംസപേശികൾ ശാന്തമാകുന്നു. റിലാക്സ്. ഉദരഭാഗത്തെ ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി വീക്ഷിക്കുക. സ്റ്റൊമക്, the large intestine, the small intestine, the liver on the right side, വലതുവശത്തായി കരൾ, ഇടതുഭാഗത്തായി പ്ലീഹ, പാൻക്രിയാസ്, ഇവയെല്ലാം ശ്രദ്ധിക്കുക. Now relax. Slowly take your attention to the chest region. നെഞ്ചിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെഞ്ചിൻ്റെ ചലനങ്ങൾ വീക്ഷിക്കുക. The movements of your chest region getting relaxed. മെല്ലെ നെഞ്ചിനുള്ളിലെ ആന്തരിക അവയവങ്ങൾ, both the lungs, the heart getting relaxed. The heart rate is calming down. The breathing rate is calming down. നിങ്ങളുടെ ശ്വസനഗതിയും ഹൃദയമിടിപ്പും ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. റിലാക്സ്. ഇനി മെല്ലെ വലത് കൈയും ഇടത് കൈയും മനസ്സിൽ വീക്ഷിക്കുക. കൈവിരലുകൾ, the fingers of both the palms. Relax. The palms, the upper part and lower part. കൈപ്പത്തികളുടെ മുകൾ വശവും ഉൾവശവും. Relax. The wrist joint. Relax. The muscles of the forearm. Relax. കൈമുട്ടുകൾ, the elbows. Relax. The biceps and triceps muscles. Relax. The shoulders, both the shoulders. Relax. Now slowly turn your attention to the neck region, the front part and the back part and the sides. കഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴുത്തിൻ്റെ മുൻവശം, പിൻവശം, വശങ്ങൾ എന്നിവയിലെല്ലാം സുഖകരമായ വിശ്രമാവസ്ഥ. കഴുത്തിലെ ആന്തരിക അവയവങ്ങളും ശാന്തമാകുന്നു. The thyroid, the windpipe, the foot pipe getting relaxed. No tensions anywhere in your neck region. Slowly, മെല്ലെ ശിരസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. The skull and the small muscles attached to it. Relax. Visualize the brain. നിങ്ങളുടെ മസ്തിഷ്കം മനസ്സിൽ വീക്ഷിക്കുക. Relax. മെല്ലെ മെല്ലെ turn your attention, focus onto the face, the facial muscles. നിങ്ങളുടെ മുഖഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെറ്റി, the forehead. Relax. Both the eyes and the eyebrows, the infraorbital and supraorbital muscles. കണ്ണുകൾ, കൺപോളകൾ, കൺപീലികൾ, അവയ്ക്ക് ചുറ്റുമുള്ള മാംസപേശികൾ. Relax. The nostrils, the nose, നാസാരന്ധ്രങ്ങൾ, നാസിക. Relax.
both the cheeks, കവിൾ തടങ്ങൾ, അവയുടെ മാംസപേശികൾ. റിലാക്സ്. ലിപ്സ്, രണ്ട് ചുണ്ടുകളും. റിലാക്സ്. The tongue, നാവ്. റിലാക്സ്. താടി, the chin. റിലാക്സ്. Now the whole body is relaxed. ശരീരം പൂർണ്ണമായ വിശ്രമാവസ്ഥയെ ഒഴുകിയിരിക്കുന്നു. മെല്ലെ മെല്ലെ സുഖകരമായ വിശ്രമതയിലേക്ക് അലിഞ്ഞു ചേരുക. The whole body is relaxed. ശരീരവും മനസ്സും അഗാധമായ വിശ്രമാവസ്ഥയെ ഒഴുകിയിരിക്കുന്നു. Feel the beautiful wave of relaxation all over the body, from the toes to the head. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Keep a beautiful smile on your face. നിശബ്ദരായി നിശ്ചലരായി നിലകൊള്ളുക. ഇനി വിശ്രമതയുടെ, ശാന്തിയുടെ ഒരു നീല വെള്ളി വെളിച്ചം നിങ്ങളുടെ കാലുകളിൽ നിന്ന്, കാൽവിരലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അനുഭവിച്ചറിയുക. Now feel a blue luminous light of relaxation starting from your toes, slowly spreading out through your calf muscles, the knees, the thigh muscles, entirely covering the buttocks, slowly spreading out to the lower back, middle back, and the upper back, fully filling the spinal cord on the way. Now the wave of relaxation slowly penetrating your lower abdomen, the internal organs over there, slowly coming up, filling the entire abdominal region, filling the internal organs in your abdomen. Slowly the blue luminous light is spreading out, covering the entire chest, filling the internal organs over there. Slowly, slowly spreading to both the hands, filling the hands, the blue luminous light slowly spreading back up to the neck, the front part, the back and the sides of the neck. Slowly, slowly reaching the skull, the brain inside. Slowly, very slowly moving to the forehead, eyebrow, eyes, nostril, both the cheeks, the lips, the chin, covering the entire face. Now the whole body is completely immersed in the luminous blue light of relaxation. സുഖകരമായ വിശ്രമതയുടെ നീല വെള്ളി വെളിച്ചം ശരീരത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിച്ചറിയുക. ഇനി ഞാൻ പറയുന്ന പോസിറ്റീവ് കമാൻഡ്
മനസ്സിൽ ആവർത്തിച്ച് ഉരുവിടുക. Now, for those who need to take the class in English, I am going to say a positive command now. You can repeat it in your mind. I will first say it in English, then I will repeat in Malayalam. Okay? I am completely confident. I am filled with relaxation. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. എന്നിൽ സുഖകരമായ വിശ്രമാവസ്ഥ നിറയുന്നു. I am completely confident. I am filled with relaxation. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. എന്നിൽ സുഖകരമായ വിശ്രമത നിറയുന്നു. I am completely confident. I am filled with relaxation. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. എന്നിൽ സുഖകരമായ വിശ്രമാവസ്ഥ നിറയുന്നു. ഈ ഒരു പോസിറ്റീവ് കമാൻഡ് മനസ്സിനോട് തന്നെ ഉരുവിട്ട് ആവർത്തിക്കുക. Repeat the command inside your mind. Do not open your eyes. Do not speak loudly. Just speak to your mind. നിങ്ങളുടെ മനസ്സിനോട് സംവദിക്കുക. നിങ്ങളുടെ ആത്മാവിനോട്. Speak to your heart. Speak to your soul. Keep a beautiful smile on your face when you repeat the command. Now, slowly, very slowly, പതുക്കെ, വളരെ പതുക്കെ ഈ ഒരു ആത്മവിശ്വാസത്തിനെയും സന്തോഷത്തിനെയും വിശ്രമാവസ്ഥയെയും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് സ്വയത്തമാക്കിക്കൊണ്ട് absorb this confidence, this relaxation in the deepest layers of your mind and heart. Slowly, very slowly, open up your eyes. കണ്ണുകൾ തുറക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മളുടെ പരിപാടി തീരുമ്പോൾ സോ ഫോർ ദ ന്യൂ ഫെലോസ് ഹു ആർ ജോയിൻഡ്, റബ് യുവർ പാംസ് ലൈക്ക് ദിസ്. ഈ രീതിയിൽ കൈകൾ ശരിക്ക് കൂട്ടിത്തിരുമി ലെറ്റ് ദം ഗെറ്റ് വാം. ചെറുതായി ചൂടാകട്ടെ. ഈ ഒരു ഇളം ചൂട് ആൻഡ് ദിസ് വാം ട്രൈ ടു സ്പ്രെഡ് ഇറ്റ് അറൗണ്ട് ദ ഐസ്. നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റുമായി ഈ ഇളം ചൂട് പകരുക. Let the infraorbital and supraorbital muscles get relaxed. Okay, 3 times. Repeat it 3 times. 3 വട്ടം ആവർത്തിക്കുക. ഓക്കെ, നമ്മളുടെ സമയം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. അറ്റൻറ്റീവായിട്ട് കുറച്ചു പേരെങ്കിലും ഇരുന്നാൽ അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇന്ന് നമ്മളുടെ മെഡിറ്റേഷൻ അതുപോലെ ഹെൽത്ത് ടോക്ക് ഇതിൻ്റെ എല്ലാം 6ാം ദിവസമാണ്. വിജയകരമായ 6ാം ദിവസമാണ്. സന്തോഷം. കുറേ പരിചിതമായ മുഖങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് കഴിയുന്നതോടുകൂടി നിങ്ങൾ സെൽഫ് മെഡിറ്റേഷൻ മാസ്റ്റേഴ്സായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനനുസരിച്ച് എല്ലാവരും തന്നെ ഉയരുന്നുണ്ട്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മായ ജയകുമാർ, സെഷൻ ഗോയിങ് വെരി വെൽ. അതിന് മുന്നേ ബാലകൃഷ്ണ പൈ പറഞ്ഞിരുന്നു സെഷൻ ഗോയിങ് വെൽ. താങ്ക് യു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ എപ്പോഴും ഉണ്ടാകണം. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിലാണ് സങ്കടമുള്ളത്. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് പരിശ്രമിക്കുക. കാരണം ഞാൻ ഈ 1 മണിക്കൂറും 1.25 മണിക്കൂറും വന്ന് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഊർജത്തിൻ്റെ ഈ ഒരു ചിലവ് അത് എന്താണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി പരമാവധി എല്ലാവരും ശ്രമിക്കുക. ഹെൽത്ത് ഗ്രൂപ്പുകളിലും നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള
ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടും ഇത് പരമാവധി എത്തിക്കണം. പലരും താങ്ക് യു പറയുന്നുണ്ട്. ഗായത്രി, അഡ്വക്കേറ്റ് സന്ധ്യ, ഫാരിസ്, എല്ലാവരും താങ്ക് യു പറയുന്നു. എല്ലാവർക്കും ശിവാജി നന്ദി. അപ്പോൾ ഇനി ഒരു അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ലക്ഷ്മി, ഓക്കെ, വളരെ വളരെ നല്ല ഇഫക്റ്റീവ് സെഷൻസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു അഭിപ്രായം കൂടി ഒന്ന് അറിയണം. ഞാൻ ഇന്ന് ഇംഗ്ലീഷും മലയാളവും കൂടി കലർത്തിയാണ് ഈ ക്ലാസ് എടുത്തത്. എനിക്ക് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിക്കേണ്ട, തുറന്ന് പറയുക. ഇത് ഈ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഈസ് ഇറ്റ് ഓക്കെ? കാരണം അതല്ലെങ്കിൽ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനാണ്. കാരണം മലയാളവും ഇംഗ്ലീഷും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അതത്ര ഇഫക്റ്റീവായിട്ട് തോന്നുന്നില്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇംഗ്ലീഷിനും വേണ്ടി നമുക്കൊരു പ്രത്യേക സെഷൻ തന്നെ വെക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ഓക്കെ ലൈക്ക് വെൻ ഐ മിക്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടുഗെദർ ആൻഡ് സ്പീക്ക്? If Alagiri, if he is there, please do respond. ഒന്ന് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നോ, നത്തിങ് സർ, ഓക്കെ. അപ്പോൾ അഡ്വക്കേറ്റ് സന്ധ്യ പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ. ഇനിയും ഞാൻ കൂടുതൽ സമയം വെച്ച് വൈകിക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 9961921728 എന്ന നമ്പർ ഞാൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങളുണ്ടെങ്കിൽ അതും എന്നോട് പങ്കുവെക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. മീര ഈശ്വരൻ, താങ്ക് യു. ബാലകൃഷ്ണൻ, ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ലളിതാംബിക, താങ്ക് യു സോ മച്ച്, ഓക്കെ. എല്ലാവർക്കും നന്ദി. പരിചിത മുഖങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ പേജ് ഡോക്ടർ ദിനേശ് കർത്ത, യൂട്യൂബ് ചാനൽ ഡോക്ടർ ദിനേശ് കർത്ത, ഇത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പരമാവധി പേരിലേക്ക് ഈ പേജുകൾ എത്തിക്കുക. കാരണം ഈ എടുക്കുന്ന എഫോർട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ഇത് കാരണം ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ പരമാവധി പേരിലേക്ക് മെഡിറ്റേഷൻ എത്തുകയാണെങ്കിൽ വലിയൊരു ടൈം ബോംബിന് മുകളിലാണ് നമ്മളുടെ സൊസൈറ്റി ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് ടൈം ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴല്ല, ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈ ടൈം ബോംബ് എക്സ്പ്ലോഷൻസ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മനസ്സിലെ ഈ ഒരു ടൈം ബോംബ് കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഒരു സാന്ത്വനമേകാനായിട്ട് ഈ ഒരു സെൽഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു നാളെ നേർന്നുകൊണ്ട് നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ രാവിലെ ഒരു 11 മണിയോടുകൂടി അറിയാമല്ലോ. ആ ഒരു സമയത്താണ് നമ്മളുടെ ടോപ്പിക്ക് ഞാൻ ഇടാറുള്ളത്. ആ സമയത്ത് ഞാൻ ക്ലിയർ ആക്കാം. ഒരു 90% ഉണ്ടാകേണ്ടതാണ്. ഞായറാഴ്ച ചിലപ്പോൾ എനിക്ക് വേറെ ഒരു എൻഗേജ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ നാളെയും അഭംഗുരമായിട്ട് നമ്മളുടെ ക്ലാസ് തുടരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്റ്റാൻലി, ഇറ്റ്സ് ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ പങ്കെടുത്ത, വന്ന, സന്ദർശിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.